അറിയാം ഒരുപാട് ദൂരെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയുണ്ട്. അത് തന്നെ ലോറിയിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ സൂചനയായി കണക്കാക്കുകയും ചെയ്തു. ബൈജുവിന് ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ശേഖരിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ഇനി നമുക്ക് വേണ്ടത്. അത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. എന്തായാലും വളരെ സൂക്ഷ്മമായി ഇപ്പോൾ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ JCBകളും എല്ലാ പരിശോധനകളും എല്ലാ തെരച്ചിലും ഒരേ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്നു. മറ്റെല്ലാ സ്ഥലത്തുമുള്ള തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. ആ കടയുടെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ കടയുടെ പിറകിൽ വശമാണ് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്ന ഈ പ്രവൃത്തി നടക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ ആ ലോറിയിലെ ചിത്രത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായി നൽകേണ്ടതുണ്ട്. ആ ലോറി പൂർണ്ണമായും പുറത്തേക്ക് എടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥിരീകരണം നൽകൂ. എന്തായാലും വളരെ 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 നിർണായകമായ ഈ സമയത്തൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 9 നാളായി എന്താണ് ഇവിടെ നടക്കുന്നത്, എത്രത്തോളം പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നൊക്കെ വളരെ ചെറിയ സമയത്ത് മാത്രമേ ഇവിടെ ചെലവഴിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഒരു നിമിഷം ബൈജു, ഞാൻ ഇടപെടുകയാണ്. രക്ഷാദൗത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. രഞ്ജിത്ത്, ഈ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണമല്ല, പക്ഷേ MLA വാക്കിനെ വിശ്വസിക്കുകയാണ്. ആ ശുഭവാർത്തയിലേക്ക് എത്തിയോ നമ്മൾ? ഇല്ല, സ്ഥിരീകരണം വന്നിട്ടില്ല, വലിയായിട്ട് വന്നിട്ടില്ല. NDRF കമാൻഡന്റ് ആയെങ്കിൽ ഇവരുടെ ഓർഡർ ഇട്ടാലേ സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. NDRF കമാൻഡന്റ് ശരിയാണ്, ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പക്ഷെ എങ്കിൽ പോലും അവിടെ മാത്രം കേന്ദ്രീകരിച്ചാൽ ഇപ്പൊ പരിശോധന അവിടെ ആ ഏരിയയിലും ബൂം വെച്ച് അവിടെ എല്ലാം ചെയ്യാണ്. ആ ഏരിയയിൽ മാത്രം കവറേ ചെയ്യാണ്. താഴെ നേവി നിൽപ്പുണ്ട്, NDRF ആർമി ഇവിടെ നിൽപ്പുണ്ട്. മറ്റിടങ്ങളിലെ പരിശോധനയും തെരച്ചിലൊക്കെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിൽ മാറ്റിയോ? ഇല്ലില്ല, അവിടെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് ചെയ്യുന്നത്. മറ്റേ ബൂം മെഷീൻ കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ഫോൺ വെക്കുകയാണ്, ഫോൺ വിളിച്ചുകൊണ്ടുന്ന പ്രശ്നമാണ് വീണ്ടും. ശരി ശരി രഞ്ജിത്ത്, കുഴപ്പമില്ല, തുടരുക, താങ്കളുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുക. ബൈജു, ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നതിൽ അവിടെ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ആ പ്രദേശത്ത് തന്നെ രക്ഷാദൗത്യം അത് പുരോഗമിക്കുന്നു, രക്ഷാപ്രവർത്തനം അവിടെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ രഞ്ജിത്തും പങ്കുവയ്ക്കുന്നത്. അതിന്റെ അർത്ഥം അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ AK അഷ്റഫ് MLA സൂചിപ്പിച്ചതുപോലെ ആ ഭാഗത്ത് തന്നെ അർജുന്റെ ലോറി ഉണ്ട് എന്ന് തന്നെയല്ലേ, അതിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. MLA വാക്കുകളും അങ്ങനെ തന്നെയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം സൈന്യമാണ് നൽകേണ്ടത്. അത് ബംഗളൂരിൽ നിന്നും അത്തരത്തിലുള്ള സ്ഥിരീകരണം വരണം. എന്തായാലും വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. അത്തരത്തിൽ ഒരേ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒരേ കേന്ദ്രത്തിൽ എല്ലാ JCBകളും അത്തരത്തിൽ പരിശോധന നടത്തുന്നു. നേരത്തെ പുഴയുടെ ഉൾവശത്തും മറ്റുമൊക്കെ പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെച്ച ഒരവസ്ഥയാണ് ഈ തത്സമയം നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇനി അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എൽദോ, KV ബൈജു ആണ് വിവരങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലോറിയിലേക്ക് രക്ഷാദൗത്യം എത്തി 9ാം ദിവസം. 9 ദിവസം നമ്മൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് ഏറ്റവും ഒടുവിൽ 9ാം ദിവസം ലോറിയിലേക്ക് നമ്മൾ എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവിടെ നിന്നും പങ്കുവെക്കുകയാണ് KV ബൈജു. ആ റിപ്പോർട്ടിന്റെ സ്ഥിരീകരണം അത് ഔദ്യോഗികമല്ല എന്നത് ശരി തന്നെ. പക്ഷെ അപ്പോഴും AK അഷ്റഫ് MLA ആണ് നമുക്ക് ഈ വിവരം പങ്കുവെച്ചതും നമ്മോട് ഈ കാര്യങ്ങൾ പറഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലയാളികൾ നമ്മൾ എല്ലാവരും കാത്തിരുന്നതല്ലേ ഈ 9 ദിവസം. ഈ ദിവസത്തിൽ ആ ലോറിയിലേക്ക്, അർജുന്റെ ലോറിയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിഞ്ഞു. ആ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക്, പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം, ശുഭവാർത്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് കാത്തിരിക്കാമെന്നാണല്ലോ. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരണത്തിലേക്ക് എത്തുമെന്ന്, ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക്, അവിടെ തന്നെ ലോറിയുണ്ട് എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കാക്കാമെന്നാണെങ്കിലും ബൂം എക്സ്കവേറ്ററുകൾ 2 എണ്ണം എത്തിച്ചിരുന്നു ഷിരൂരിൽ. ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന 2 ബൂം എക്സ്കവേറ്ററുകളും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച എവിടെയാണോ ആഴത്തിൽ ലോറിയുണ്ട് എന്ന് AK അഷ്റഫ് MLA പറഞ്ഞത് ആ ഇടത്ത് തന്നെ പരിശോധന നടത്തുകയാണ്. ആ ഇടത്ത് തന്നെ പരിശോധന തുടരുകയും ചെയ്യുകയാണ്. അത് മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്നും വ്യക്തമാവുന്നത് അവിടെ തന്നെ ആ പരിശോധന നടക്കുന്നയിടത്ത് തന്നെ ലോറിയുണ്ട് എന്നുള്ളതാണ്. കേവലം ഒരു വാക്ക് അത് AK അഷ്റഫ് MLA വെറുതെ അത് പറയുക ഇല്ല എന്നതും നമുക്ക് ഉറപ്പിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കർണാടകയിലെ ജനപ്രതിനിധികളുണ്ട്, രക്ഷാദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. ഇവിടെ നിന്നെല്ലാം കൂടുതൽ വിവരങ്ങൾ KV ബൈജുവിനും ശേഖരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും